നമസ്കാരം. ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ജീവിതശൈലീ രോഗങ്ങളിൽ ഏറ്റവും പ്രധാനി പ്രമേഹമാണ്. ഈ പ്രമേഹം ഒരു 10-20 വർഷങ്ങളോളം ഉള്ളവരിൽ 80% പേരിലും കാണുന്ന ഒരു അസുഖമാണ് ഡയബറ്റിക് റെറ്റിനോപ്പതി. ഇതിൽ തന്നെ 90% പേർക്കും കൃത്യമായ ചികിത്സ ലഭിക്കുകയോ അല്ലെങ്കിൽ നേരത്തെ തന്നെ ഡിറ്റക്ട് ചെയ്യുകയോ ചെയ്താൽ ഇത് കുറയ്ക്കാൻ പറ്റുമെന്നാണ് വിദഗ്ധർ പറയുന്നത്. ഡയബറ്റിക് റെറ്റിനോപ്പതി എന്നാൽ എന്താണ്, പ്രശ്നങ്ങൾ, പരിഹാരങ്ങൾ, ഇതെല്ലാം ഇന്നത്തെ ഡോക്ടർ ലൈവിലൂടെ നിങ്ങളോട് സംസാരിക്കുന്നത് അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ആശുപത്രിയിലെ കൺസൾട്ടന്റ് ഒഫ്താൽമോളജിസ്റ്റായ ഡോക്ടർ റീഷ കെയർ. നമസ്കാരം ഡോക്ടർ. നമസ്കാരം ഡോക്ടർ. ഇപ്പോൾ പ്രമേഹത്തെക്കുറിച്ച് പറയുമ്പോൾ പല അവയവങ്ങളെയും ബാധിക്കുന്ന ഒരു അസുഖമാണ് പ്രമേഹം നമ്മുടെ കണ്ണുകളെ ബാധിക്കുമ്പോഴാണ് ഈ ഡയബറ്റിക് റെറ്റിനോപ്പതി എന്ന്. പ്രമേഹവും ഡയബറ്റിക് റെറ്റിനോപ്പതിയും തമ്മിലുള്ള ഒരു ബന്ധം എന്താണെന്നൊന്ന് പറയാം. പ്രമേഹം പ്രധാനമായും കണ്ണിൻ്റെ ഞരമ്പ് അഥവാ റെറ്റിനയുടെ ചെറിയ രക്തക്കുഴലുകളെയാണ് ബാധിക്കുക. ചെറിയ രക്തക്കുഴലുകളുടെ ഭിത്തികൾ വീക്കാവുകയും അങ്ങനെ കണ്ണിൻ്റെ ഞരമ്പിലെ മധ്യഭാഗത്തേക്ക് രക്തക്കുഴലുകളിൽ നിന്ന് ലീക്ക് ചെയ്ത് വരുന്ന ഫ്ലൂയിഡ് നീർക്കെട്ട് ആയി കണ്ണിൻ്റെ ഞരമ്പിൻ്റെ മധ്യഭാഗത്ത് നീർക്കെട്ട് ഉണ്ടാവുകയും അങ്ങനെ ഇനി അതിൻ്റെ തുടക്കം പ്രാരംഭ ദശയിൽ കാഴ്ചക്കുറവ് അനുഭവപ്പെടുകയും ചെയ്യുന്നു. കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയി കഴിയുമ്പോൾ കണ്ണിൻ്റെ ഞരമ്പിലെ ചെറിയ ചെറിയ രക്തക്കുഴലുകൾ അടയുന്നതിൻ്റെ ഭാഗമായി ഞരമ്പിൻ്റെ ഓരോ ഭാഗങ്ങളിലേക്കുള്ള രക്തഓട്ടം നിലച്ചു പോകും. അങ്ങനെ കണ്ണിൻ്റെ ഞരമ്പിൽ ചില വളർച്ചകൾ ഉണ്ടാവുകയും അത് ബ്ലീഡ് ചെയ്യുകയോ അതിൽ നിന്ന് രക്തസ്രാവം ഉണ്ടാവുകയോ അല്ലെങ്കിൽ അത് ചുരുങ്ങുന്നതിൻ്റെ ഭാഗമായി ഞരമ്പ് വിട്ടുപോരുകയോ ചെയ്യുന്നു. അപ്പോൾ ഡോക്ടർ, ഈ ഡയബറ്റിക് റെറ്റിനോപ്പതി ഇപ്പോൾ നമ്മൾ കണക്കുകൾ നോക്കുമ്പോൾ ഒരു കുറേ വർഷങ്ങളായിട്ട് ഉള്ളവരിലാണ് ഇത് കാണാൻ സാധ്യത കൂടുതലെന്ന് തോന്നുന്നു അല്ലേ? അപ്പോൾ നമ്മൾ ഈ പ്രമേഹ രോഗികൾ, നമുക്ക് പ്രമേഹം ഉണ്ടെന്ന് അറിയുമ്പോൾ തന്നെ പാലിക്കേണ്ട ചില കാര്യങ്ങളുണ്ടല്ലോ. റെറ്റിനോപ്പതിയുടെ കാര്യത്തിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഏറ്റവും പ്രധാനമായി പറഞ്ഞാൽ നമ്മൾ ഡയബറ്റിസ് അതിൻ്റെ കറക്റ്റ് സമയത്ത് ഡിറ്റക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്, കണ്ടുപിടിക്കുക. അതായത് വീട്ടിൽ ആർക്കെങ്കിലും പ്രമേഹം ഉണ്ടെങ്കിൽ നമ്മൾ ഒരു 30 വയസ്സ് കഴിയുമ്പോൾ തൊട്ട് നമ്മളുടെ രക്തപരിശോധന നിശ്ചിത കാലയളവുകളിൽ ചെയ്യുകയും അങ്ങനെ നമ്മളുടെ പ്രമേഹം അതിൻ്റെ യഥാസമയത്ത് കണ്ടുപിടിക്കപ്പെടുകയും ചെയ്യേണ്ടതുണ്ട്. ഇനി കണ്ടുപിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ അതിന് കറക്റ്റ് ചികിത്സ, വൈദ്യസഹായം തേടേണ്ടതുണ്ട്. നമ്മുടെ ബ്ലഡ് ഷുഗർ എപ്പോഴും കറക്റ്റ് ലെവലിൽ നിലനിർത്തിക്കൊണ്ട് പോകണം. പിന്നെ പ്രമേഹം രോഗികളിൽ അധികവും ഷുഗർ രോഗത്തോട് കൂടെ തന്നെ രക്തസമ്മർദ്ദം, കൊളസ്ട്രോൾ, ഇങ്ങനെ പല അസുഖങ്ങളും കൂടെ അതിൻ്റെ കൂടെ ഉണ്ടാവും. സോ ഈ അസുഖങ്ങൾ കൂടെ നമ്മളുടെ ഡയബറ്റിക് റെറ്റിനോപ്പതി വീണ്ടും പ്രോഗ്രസ് ചെയ്യാനായിട്ട് കാരണമാകാറുണ്ട്. അപ്പോൾ ഈ എല്ലാ അസുഖങ്ങളും ഒരേപോലെ നല്ല രീതിയിൽ നിയന്ത്രിച്ചു കൊണ്ടുപോകാനായിട്ട് നമുക്ക് പറ്റണം. ഓക്കെ. പിന്നെ മറ്റൊരു കാര്യം ഡോക്ടർ, ഇപ്പോൾ ഇപ്പം നമ്മൾ പ്രമേഹ രോഗികൾ പലപ്പോഴും കൂട്ടത്തിൽ ഈ ഡോക്ടർ നേരത്തെ പറഞ്ഞ പോലെ രക്തസമ്മർദ്ദം ചെക്ക് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ അഡീഷണൽ ആയിട്ട് കുറേ ഇപ്പോൾ കിഡ്നിക്ക് പ്രശ്നമുണ്ടോ എന്ന് അറിയാനൊക്കെ ചെയ്യും. പക്ഷെ കണ്ണിൻ്റെ കാര്യത്തിലേക്ക് പലരും അങ്ങനെ അങ്ങ് പോകാറില്ല. എന്തെങ്കിലും ഒരു ലക്ഷണമൊക്കെ കണ്ടാൽ മാത്രമേ കണ്ണ് ചികിത്സിക്കാറുള്ളൂ. പക്ഷേ പ്രമേഹ രോഗികൾ കൃത്യമായിട്ട് എത്ര നാൾ കൂടുമ്പോഴാണ് ഇതൊരു സ്ക്രീനിങ് ഒക്കെ ചെയ്യേണ്ടത്? നമ്മൾ കണ്ടുപിടിക്കപ്പെടുന്നത് അതിൻ്റെ പ്രാരംഭ ദശയിലാണോ എന്ന് നമുക്ക് ഉറപ്പുണ്ടാവില്ല. അപ്പോൾ നമ്മളെപ്പോഴും പ്രമേഹം കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ ഒരു എല്ലാ അവയവങ്ങളും, കിഡ്നി അതുപോലെ തന്നെ കണ്ണൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതാണ്. അതോടുകൂടെ വർഷത്തിലൊരു പ്രാവശ്യം നമ്മുടെ ബ്ലഡ് ഷുഗർ നല്ല നിയന്ത്രണാതീതമാണെങ്കിൽ വർഷത്തിലൊരു പ്രാവശ്യം, അതിൻ്റെ പ്രാരംഭ ദശയിൽ വർഷത്തിലൊരു പ്രാവശ്യമെങ്കിലും കണ്ണ് പരിശോധനയ്ക്ക് വിധേയനാണ്. അതിനുശേഷം നമുക്ക് ഡയബറ്റിക് റെറ്റിനോപ്പതി തുടങ്ങി എന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ 6 മാസമോ അല്ലെങ്കിൽ 4 മാസത്തിലൊരിക്കലെങ്കിലും കണ്ണ് പരിശോധനയ്ക്ക് വിധേയനാകണം. ഡോക്ടർ, നമ്മുടെ ഒരു കോളറുണ്ട്. ഹലോ. ഹലോ, നമസ്കാരം. ഡോക്ടറോട് സംസാരിച്ചോളൂ. അതെ, ഞാന് ഒരു പ്രമേഹ രോഗിയാണ്. അപ്പം ഒരു വർഷമായിട്ടുള്ളൂ എനിക്ക് തുടങ്ങിയിട്ട്. അപ്പം കുറച്ച് ഗുളികയൊക്കെ കഴിച്ചങ്ങനെ ഇപ്പം ഒരു നോർമൽ സ്റ്റേജിലാണ് നിൽക്കുന്നത്. അതായത് ഒരു ഭക്ഷണം കഴിച്ചിട്ട് നോക്കിയിട്ട് ഒരു 100ന്റെ താഴെയുള്ളൂ. അപ്പൊ ഇനി ഗുളിക കഴിക്കണോ അതോ വേണ്ടേ, എന്താ അതിന്റെ നിലപാട്? ഇപ്പൊ നിങ്ങൾക്ക് എത്ര വയസ്സായി? ഇപ്പൊ എനിക്ക് 60 വയസ്സ്, 61ാമത്തെ വയസ്സാണ്. ഒരു വർഷത്തിന് മുമ്പ് നിങ്ങൾക്ക് പ്രമേഹ രോഗം ഉണ്ടായിരുന്നില്ല? ഉണ്ടായിട്ടില്ല. ഇല്ല. അപ്പോൾ ഇപ്പോൾ ഒരുവിധം നല്ല കൺട്രോളിലാണ് നിങ്ങളുടെ പ്രമേഹം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ പ്രമേഹം നല്ല കൺട്രോളിലാകുന്ന ഒരാൾക്ക് ഡയബറ്റിക് റെറ്റിനോപ്പതി ഇനി ഈ ഒരു സ്റ്റേജിൽ അത് വരാനുള്ള സാധ്യത ഒരു പരിധി വരെ കുറവാണ്.
ഒരു 10 വർഷമൊക്കെ ആകുമ്പോഴാണ് സാധാരണ ഡയബറ്റിക് റെറ്റിനോപ്പതി, അതായത് കണ്ണിനെ പ്രമേഹം ബാധിച്ചു തുടങ്ങുക. അപ്പോൾ ഇനി ഒരു 70 years, അത് പക്ഷേ നല്ല കൺട്രോളിലായതുകൊണ്ട് ഒരു പരിധി വരെ നിങ്ങൾക്ക് ഒരു 10 വർഷം കൂടിയും ഒരു ടെൻഷൻ അടിക്കേണ്ടി വരില്ല. പക്ഷേ ഇദ്ദേഹത്തിന്റെ ഒരു സംശയം എന്ന് പറഞ്ഞാൽ ഇപ്പൊ കൺട്രോളിലാണ്, അതുകൊണ്ട് മരുന്ന് തുടരേണ്ടതുണ്ടോ എന്നുള്ളൊരു ചോദ്യം. നിങ്ങൾ മരുന്ന് കഴിക്കുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് കൺട്രോളിൽ നിൽക്കുന്നത്. അപ്പം നിങ്ങളൊരു പ്രമേഹ രോഗിയാണെങ്കിൽ നിങ്ങൾക്ക് ആ മരുന്നിൻ്റെ അളവുകളിൽ ചെറിയ വ്യത്യാസങ്ങൾ വരുത്താം. പക്ഷേ ഒരു ഫിസിഷ്യനുമായി ആലോചിച്ച് ആ മരുന്നിൻ്റെ ലെവല് നിങ്ങൾ കൺട്രോൾ ചെയ്ത് നിർത്താം. അതായിരിക്കും നല്ലത്. അടുത്തൊരു കോളിലേക്ക് പോകാം ഡോക്ടർ. ഹലോ ഹലോ, ഡോക്ടറോട് ചോദിച്ചോളൂ. സാർ, എൻ്റെ ഒരു മോൻസി, ഞാൻ തോട്ടപ്പള്ളിയിൽ നിന്ന് വിളിക്കുകയാണ്. അപ്പൊ എനിക്ക് എൻ്റെ അമ്മയ്ക്ക് ഒരു 30-25 വർഷമായിട്ട് ഷുഗർ ഉണ്ട്. അപ്പോൾ മകനെന്ന രീതിയിൽ എനിക്ക് ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഞാൻ ചെക്ക് ചെയ്തപ്പം ഒരു 130. അപ്പൊ എനിക്ക് കണ്ണിൻ്റെ അകത്ത് ചെറിയൊരു കാഴ്ച, ചെറിയൊരു മങ്ങൽ പോലെ ചെറിയ രീതിയിൽ ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പൊ അതിന് നമ്മളിപ്പം ചെയ്യേണ്ട ആഹാര ക്രമീകരണങ്ങൾ എന്തൊക്കെയാണ് ഡോക്ടർ? പ്രമേഹത്തിന് നമ്മുടെ രക്തത്തിലെ ബ്ലഡ് ഷുഗർ കൺട്രോൾ ചെയ്ത് നിർത്താനായിട്ടുള്ള ആഹാര ക്രമീകരണങ്ങൾ വേണം. അതുകൂടാതെ നിങ്ങൾക്ക് കാഴ്ചയ്ക്ക് മങ്ങലുണ്ടെന്ന് പറയുന്നത് കൊണ്ട് ഒരു നേത്രരോഗ വിദഗ്ധനെയും കൂടി കാണണം. പലപ്പോഴും നമ്മളുടെ ബ്ലഡ് ഷുഗർ പെട്ടെന്ന് ഷൂട്ട് ചെയ്യുമ്പോൾ, പെട്ടെന്ന് കൂടുമ്പോൾ അത് ഡയബറ്റിക് റെറ്റിനോപ്പതി അല്ലാതെ തന്നെ പല തരത്തിലും പ്രമേഹം കണ്ണിനെ ബാധിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും വ്യത്യാസങ്ങൾ, നമ്മുടെ പവർ, റിഫ്രാക്റ്റീവ് എറർ ചേഞ്ചസ് പലപ്പോഴും പ്രമേഹ രോഗികൾക്ക് കാണാറുണ്ട്. അപ്പോൾ തുടക്കത്തിലാണെങ്കിലും ഒന്ന് കണ്ണ് ചെക്ക് ചെയ്തത് നല്ലതാണ്. പിന്നെ പ്രമേഹം കൺട്രോൾ ചെയ്യുന്നതിന് നമ്മുടെ ഭക്ഷണ ക്രമീകരണം, കാർബോഹൈഡ്രേറ്റ് കുറവുള്ള ഭക്ഷണം കഴിക്കുക, പ്രോട്ടീൻ കൂടുതലുള്ള ഭക്ഷണം, അങ്ങനെ. കണ്ണിന് എന്തെങ്കിലും കാഴ്ച പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡോക്ടറെ കാണേണ്ടത് അത്യാവശ്യമാണ്. ഡോക്ടർ, മറ്റൊരു കാര്യം, ഇപ്പോൾ ഈ റെറ്റിനോപ്പതി എന്ന് തന്നെയാണല്ലോ ഇതിന്റെ പേര് തന്നെ, ഡയബറ്റിക് റെറ്റിനോപ്പതി. അപ്പോൾ തീർച്ചയായിട്ടും റെറ്റിനയെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ്. അപ്പോൾ ഇത് ഡയഗ്നോസ് ചെയ്യുന്നത് എങ്ങനെയാണ് കൃത്യമായിട്ട്? നമ്മൾ കൃഷ്ണമണി വികസിപ്പിച്ച്, ഒരു നേത്രരോഗ വിദഗ്ധൻ കൃഷ്ണമണി വികസിപ്പിച്ച് കണ്ണിൻ്റെ ഞരമ്പ് അതിൻ്റെ കംപ്ലീറ്റ് ആയിട്ട് എക്സാമിനേഷൻ ചെയ്യുകയാണ് ചെയ്യുക. അപ്പോൾ കണ്ണിൻ്റെ ഞരമ്പിൽ കാണുന്ന രക്തക്കുഴലുകൾ ലീക്കുണ്ടെങ്കിൽ നമുക്ക് അതറിയാൻ, പരിശോധനയിൽ അറിയാൻ പറ്റും. അല്ലാതെ ലക്ഷണങ്ങളുണ്ടാവോ? നമുക്കിപ്പോൾ ഈ ഇദ്ദേഹം പറഞ്ഞ പോലെ കാഴ്ചയ്ക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളോ അങ്ങനെ പ്രാഥമികമായ ലക്ഷണങ്ങളുണ്ടോ ഇതിന്? അതായത് ഡയബറ്റിക് റെറ്റിനോപ്പതി പ്രധാനമായും നമ്മൾ 2 സ്റ്റേജിലാണ് പറയുക. ഇനി പ്രാരംഭ ദശയിൽ അതിനെ നോൺ പ്രൊലിഫറേറ്റീവ് ഡയബറ്റിക് റെറ്റിനോപ്പതി എന്നും, അഡ്വാൻസ്ഡ് ആയിക്കഴിഞ്ഞാൽ അതിനെ പ്രൊലിഫറേറ്റീവ് ഡയബറ്റിക് റെറ്റിനോപ്പതി എന്നും പറയും. നോൺ പ്രൊലിഫറേറ്റീവ് ഡയബറ്റിക് റെറ്റിനോപ്പതി അല്ലെങ്കിൽ ആരംഭദശയിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ രക്തക്കുഴലുകളുടെ ഭിത്തികൾക്ക് വീക്ക്നെസ്, ബലക്ഷയം വരുന്നത് വഴി നീർക്കെട്ടുണ്ടാകും. കണ്ണിൻ്റെ ഞരമ്പിൻ്റെ മധ്യഭാഗത്ത് നീർക്കെട്ടുണ്ടാകും. അങ്ങനെ നമുക്ക് കാഴ്ചക്കുറവുണ്ടാകും. ഈ ഒരു അവസ്ഥയിൽ ഒരു പരിധിവരെ നമുക്ക് കണ്ണിലേക്ക് ഇഞ്ചക്ഷനുകൾ തരികയോ അല്ലെങ്കിൽ ലേസർ ചികിത്സയോ വഴി നമുക്ക് ഈ നീർക്കെട്ട് മാറ്റാവുന്നതും ഒരു പരിധിവരെ കാഴ്ച വീണ്ടെടുക്കാവുന്നതുമാണ്. ഓക്കെ, അടുത്തൊരു കോളിലേക്ക് പോകാം ഡോക്ടർ. ഹലോ ഡോക്ടർ. ഹലോ, പറഞ്ഞോളൂ. ഡോക്ടറോട് സംസാരിക്കാനാണ്. ഡോക്ടറാണ്, ചോദിച്ചോളൂ. അതെ ഡോക്ടറെ, എനിക്ക് 6-7 വർഷമായിട്ടേ ഷുഗറിന്റെ ഇതുണ്ട്. ഹലോ, ഷുഗർ ഉണ്ട്. ഷുഗർ ഉണ്ട്. അപ്പൊ എനിക്കൊരു ഫാസ്റ്റിംഗിൽ 160-170 ഒക്കെ ഉണ്ട്. ഹലോ, കണ്ണിന്റെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? കണ്ണിന് വലിയ പ്രശ്നങ്ങളൊന്നും തോന്നുന്നില്ല. അപ്പൊ ഞാനിപ്പോ ഡോക്ടറുടെ പ്രോഗ്രാം കണ്ടോണ്ടിരിക്കായിരുന്നു. അപ്പൊ ഇതിന്റെ കാര്യം ഒന്ന് അറിയാൻ വേണ്ടിട്ട് വിളിച്ച. ഇദ്ദേഹം എത്രയും വേഗം ഒരു പരിശോധനയ്ക്ക് വിധേയനാകേണ്ടതുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം 7 വർഷമായി 170, അത് ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പല്ലേ 170 പറഞ്ഞേ? ആ കോള് കട്ടായി ഡോക്ടർ. ഭക്ഷണം 170 എന്ന് പറഞ്ഞാൽ ഒരു
ബോർഡർ ലൈൻ കൺട്രോളേ ഉള്ളൂ. ഓക്കെ. അപ്പോൾ എന്തായാലും 7 വർഷമായ സ്ഥിതിക്ക് എന്തായാലും ഒരു നേത്രരോഗ വിദഗ്ധനെ കാണുകയും ഞരമ്പ് പരിശോധനയ്ക്ക് വിധേയനാകുകയും ചെയ്യും. ലക്ഷണങ്ങളൊന്നും ഇല്ലെങ്കിൽ തന്നെയും ലക്ഷണങ്ങളൊന്നും ഇല്ലെങ്കിൽ തന്നെയും. കാരണം ഞരമ്പിൽ പലപ്പോഴും നമ്മൾ രോഗി അത് അനുഭവപ്പെട്ടോളണമെന്നില്ല. അതായത് നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, ഒരു പ്രൊലിഫറേറ്റീവ് ഡയബറ്റിക് റെറ്റിനോപ്പതി സ്റ്റേജുകളിൽ കണ്ണിൻ്റെ ഞരമ്പുകളുടെ ഒരു പെരിഫറൽ ഭാഗത്തേക്ക് രക്തോട്ടം നിലച്ചു പോകുന്ന അവസ്ഥയാണ് ഉണ്ടാവുക. പക്ഷേ ആ സമയത്ത് രോഗിക്ക് ആ കാഴ്ചക്കുറവ് അല്ലെങ്കിൽ അവരുടെ ആ ഫീൽഡിൽ വരുന്ന വ്യത്യാസം അത് മനസ്സിലാക്കാൻ പറ്റിക്കൊള്ളണമെന്നില്ല. ഓക്കെ. ഇപ്പോൾ ഡോക്ടർ 2 തരത്തിൽ പറഞ്ഞു അല്ലേ? നോൺ പ്രൊലിഫറേറ്റീവ് ഡയബറ്റിക് റെറ്റിനോപ്പതി ആൻഡ് പ്രൊലിഫറേറ്റീവ് ഡയബറ്റിക് റെറ്റിനോപ്പതി. ഇനി പ്രൊലിഫറേറ്റീവ് ഡയബറ്റിക് റെറ്റിനോപ്പതി എന്ന് പറയുമ്പോൾ ഈ കേടുവന്ന രക്തക്കുഴലുകൾ അടഞ്ഞു പോവുകയാണ്. അപ്പോൾ ഓരോ ഭാഗത്തേക്ക്, ഞരമ്പിൻ്റെ ഓരോ ഭാഗത്തേക്കായിട്ടുള്ള രക്തോട്ടം നിലച്ചു പോകും. അങ്ങനെ നിലച്ചു പോകുമ്പോൾ, ഇപ്പോൾ നമ്മളൊരു ചെടി വളർന്നു വരുമ്പോൾ അതിൻ്റെ ആ കൂമ്പ് ഒടിച്ച് കളഞ്ഞാൽ അതിൻ്റെ 2 സൈഡിൽ നിന്നും നാമ്പ് ഇങ്ങനെ മുളച്ചു വരില്ലേ, അതുപോലെ ഒരു ഭാഗത്തേക്ക് രക്തോട്ടം പോയി കഴിയുമ്പോൾ അതിൻ്റെ പിന്നിൽ നിന്ന് ചെറിയ രക്തക്കുഴലുകൾ വളരാൻ തുടങ്ങും. അതിനാണ് പ്രൊലിഫറേറ്റീവ് സ്റ്റേജ് എന്ന് പറയുന്നത്. ആ രക്തക്കുഴലുകൾക്ക് നമ്മുടെ ശരിയായ രക്തക്കുഴലുകളുടെ അത്രയ്ക്ക് ഒരു സ്റ്റാമിന ഉണ്ടാവില്ല. അത് ഏത് നിമിഷവും ബ്ലീഡ് ചെയ്യും, അതിൽ നിന്ന് രക്തസ്രാവം ഉണ്ടാവും. പിന്നെ അത് ചുരുങ്ങുമ്പോൾ അത് കണ്ണിൻ്റെ ഞരമ്പ് വിട്ടുപോരുന്നതിനും സാധിക്കും. അതൊരു അപകടകരമായ ഒരു സ്റ്റേജാണ്. അവിടെ നമുക്ക് ഓപ്പറേഷൻ വേണ്ടി വരും അല്ലേ? ഡോക്ടർ, നമുക്കൊരു ഇടവേളയ്ക്ക് ശേഷം തിരികെ വരാം. ഡോക്ടർ ലൈവിൽ ഒരു ഇടവേള. ഡോക്ടർ ലൈവ് തുടരുന്നു. ഡോക്ടർ ഒരു കോള് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഹലോ. ഹലോ, എൻ്റെ പേര് ജാസിറാണ്. ചോദിച്ചോളൂ ഡോക്ടറോട്. ഡോക്ടർ, എപ്പോഴാണ് നമ്മൾ, ഏത് വയസ്സ് മുതലാണ് ഇത് തുടങ്ങുക? ഡയബറ്റിക് റെറ്റിനോപ്പതിയോ? അതെ, നമ്മൾ എല്ലാ ആളുകൾക്കും ഇത് വരുമോ? അല്ല, ഡയബറ്റിസ് മൂലമുണ്ടാകുന്ന റെറ്റിനോപ്പതി, അതാണ് ഡയബറ്റിക് റെറ്റിനോപ്പതി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കൊരു പ്രമേഹ രോഗം. അതെ ഡോക്ടറെ, പിന്നെ ഈ ഡയബറ്റിക് ഉള്ള എല്ലാ വ്യക്തികൾക്കും വരുമോ ഈ അസുഖം? വരണമെന്നില്ല. ഡയബറ്റിക് റെറ്റിനോപ്പതി വരാനായിട്ട് ചില റിസ്ക് ഫാക്ടേഴ്സ് നമ്മൾ പറയും. അതിലൊന്ന്, നമ്മുടെ പ്രമേഹം എത്രമാത്രം നല്ല രീതിയിൽ കൺട്രോളാണ് അല്ലെങ്കിൽ നിയന്ത്രണാതീതമാണ് എന്നുള്ളതാണ് ഒന്നാമത്തെ ഫാക്ടർ. രണ്ടാമത്തെ, നമ്മുടെ ഡ്യൂറേഷൻ ഓഫ് ഡയബറ്റിസ്, എത്ര നാളായി നമുക്ക് ഡയബറ്റിസ് എന്നുള്ളത്. ഇപ്പോൾ 5 വർഷമായി ഡയബറ്റിസ് ഉള്ള ഒരാൾക്ക് ഉള്ള സാധ്യതയും 10 വർഷമായി ഡയബറ്റിസ് ഉള്ള ഒരാൾക്ക് ഉള്ള സാധ്യതയും വ്യത്യാസമുണ്ട്. അപ്പം നമുക്ക് ഡ്യൂറേഷൻ ഓഫ് ഡയബറ്റിസ് കൂടുന്തോറും നമുക്ക് വരാനുള്ള സാധ്യതയും കൂടും. നമ്മുടെ നല്ല രീതിയിലുള്ള ഡയബറ്റിസ് കൺട്രോൾ ഇല്ലാത്ത ഒരാൾക്കും വരാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ മൂന്നാമതായി, നമുക്ക് മറ്റ് അസുഖങ്ങൾ, അതായത് പ്രമേഹം തോടൊപ്പം കാണുന്ന രക്തസമ്മർദ്ദം, കൊളസ്ട്രോൾ, ഇങ്ങനെയുള്ള അസുഖങ്ങളുള്ളവർക്കും വരാനുള്ള സാധ്യത മറ്റുള്ളവരെ അപേക്ഷിച്ച് കൂടുതലാണ്. പിന്നെ ഡയബറ്റിക് റെറ്റിനോപ്പതി എന്ന് പറയുമ്പോൾ അതൊരു മൈക്രോവാസ്കുലോപ്പതി എന്ന് പറയും. അതായത് ചെറിയ രക്തക്കുഴലുകളെയാണ് ബാധിക്കുക. അപ്പോൾ ഡയബറ്റിക് റെറ്റിനോപ്പതി ഉണ്ടാകുന്നതോടൊപ്പം തന്നെ അതേ രക്തക്കുഴലുകളുള്ള, അതേ വലിപ്പത്തിലുള്ള രക്തക്കുഴലുകളുള്ള കിഡ്നീനെയും അത് ബാധിക്കും. അപ്പോൾ ഡയബറ്റിക് നെഫ്രോപ്പതി എന്ന് പറയും. അപ്പോൾ ഡയബറ്റിക് നെഫ്രോപ്പതി ഉള്ള ഒരാൾക്ക് വീണ്ടും റെറ്റിനോപ്പതി വരാനുള്ള സാധ്യത കൂടുതലാണ് അല്ലേ? അടുത്തൊരു കോളിലേക്ക് പോകണം ഡോക്ടർ. ഹലോ. നമസ്കാരം. ഡോക്ടറോട് സംസാരിച്ചോളൂ. ഹലോ, പറഞ്ഞോളൂ. കണ്ണിന്റെ ഷുഗർ കാരണം കൊണ്ടുണ്ടാവുന്നതാണ്. അതായത് നമ്മുടെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, രക്തക്കുഴലുകളുടെ ഭിത്തികളെ അത് വീക്കാക്കുന്നത് കൊണ്ടാണ് അത് വരുന്നത്. ഓക്കെ. ഇത് പലർക്കും ഇത് സത്യം പറഞ്ഞാൽ ഇത് എന്തുകൊണ്ട് വരുന്നു എന്ന് പോലും അറിയുന്നില്ല അല്ലേ ഡോക്ടർ? ഇതിപ്പം ഒരു പ്രാവശ്യം നമ്മൾ രോഗനിർണയം നടത്തി, ഡയബറ്റിക് റെറ്റിനോപ്പതി പല സ്റ്റേജസ് ഉണ്ടെന്ന് ഡോക്ടർ പറഞ്ഞല്ലോ. അപ്പം ഇതിന് എന്തെല്ലാം തരത്തിലുള്ള ചികിത്സാ വിധികളുണ്ട്? വളരെ പ്രാരംഭ ദശയിൽ നമ്മൾ ഏർലി മൈൽഡ് നോൺ പ്രൊലിഫറേറ്റീവ് ഡയബറ്റിക് റെറ്റിനോപ്പതി എന്ന് പറയും. വളരെ പ്രാരംഭ ദശയിലാണ് ഒരു രോഗി നമ്മുടെ അടുത്ത് വരുന്നതെങ്കിൽ നമ്മൾ അവർക്ക് കൊടുക്കാനുള്ള അഡ്വൈസ് എന്ന് പറയുന്നത് നമ്മളുടെ ഷുഗർ വളരെ നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചികിത്സ. പിന്നെ ഒരു 4 മാസം കൂടുമ്പോൾ കണ്ണ് വീണ്ടും പരിശോധനയ്ക്ക് വിധേയനാകണം, ഇത് പ്രോഗ്രസ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് അറിയാനായിട്ട്. ഇനി
കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയി കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞു ഞരമ്പിൻ്റെ മധ്യഭാഗത്ത് നീർക്കെട്ടുണ്ടാകുന്ന ഒരവസ്ഥ, ആ ഒരവസ്ഥയിലാണ് രോഗി വരുന്നത് എങ്കിൽ നമ്മൾ കണ്ണിൻ്റെ ആൻജിയോഗ്രാം എന്ന് പറയും. അതായത് ഞാൻ പറഞ്ഞല്ലോ രക്തക്കുഴലുകളിൽ ലീക്ക് വരികയെന്ന്, ആ ലീക്ക് വരുന്ന പോയിൻറ്റ്സ് കണ്ടുപിടിച്ച് അവിടേക്ക് നമ്മൾ കുറച്ച് ലേസർ തരും. പിന്നെ കുറച്ചുകൂടി വലിയ നീർക്കെട്ടാണെങ്കിൽ കണ്ണിൻ്റെ ഞരമ്പിലേക്ക്, കണ്ണിനുള്ളിലേക്ക് തരുന്ന ചില ഇഞ്ചക്ഷനുകൾ നമ്മൾ നീർക്കെട്ട് കുറയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കും. കുറച്ചുകൂടി അഡ്വാൻസ്ഡായി കണ്ണിൽ രക്തസ്രാവവും ആയിട്ട് വരിക, അല്ലെങ്കിൽ കണ്ണിൻ്റെ ഞരമ്പ് വിട്ടുപോയി വരുന്ന അവസ്ഥയിൽ അത് ഓപ്പറേഷൻ വഴി മാത്രമേ നമുക്ക് കാഴ്ച മെച്ചപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ. ഓക്കെ ഡോക്ടർ, പലപ്പോഴും ഈ ലേസർ എന്ന് കേൾക്കുമ്പോൾ തന്നെ ആളുകൾക്ക് ഇതിൻ്റെ സൈഡ് എഫക്ട്സിനെ പറ്റിയും ഒക്കെ ഭയങ്കര ടെൻഷനാണ്. പ്രത്യേകിച്ച് കണ്ണിൽ ലേസർ ചികിത്സ എന്ന് പറയുമ്പോൾ ഒരു പേടിയാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു പേടിയുടെ ആവശ്യമുണ്ടോ? അത്തരത്തിലുള്ളൊരു പേടിയുടെ ആവശ്യമില്ല ശരിക്കും പറയുകയാണെങ്കിൽ. ശരിയാണ്, പലപ്പോഴും പേഷ്യൻസിന് ലേസർ എന്ന് പറയുമ്പോൾ ഒരു ടെൻഷനാണ്. പക്ഷേ അങ്ങനെ പേടിക്കേണ്ടതില്ല. കാരണം ലേസർ ട്രീറ്റ്മെൻറ്റ് വളരെ കാലം മുതൽക്ക് തന്നെ കണ്ണിൻ്റെ ഞരമ്പിൻ്റെ ചികിത്സയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. അത് വളരെ സേഫും അതുപോലെ തന്നെ കമ്പാരിറ്റീവ്ലി വില കുറവുമാണ്. ഇഞ്ചക്ഷനുകളെയൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ചീപ്പായിട്ടുള്ളൊരു ട്രീറ്റ്മെൻറ്റാണ്. എന്നാൽ വളരെ ഇഫക്റ്റീവാണ്. അതിൻ്റെ ഇഫക്ട്സ് നമുക്ക് കാലാകാലങ്ങളോളം ഉണ്ടാവുകയും ചെയ്യും. അടുത്ത ഒരു കോളിലേക്ക് പോകാം ഡോക്ടർ. ഹലോ. ഹലോ, ചോദിച്ചോളൂ ഡോക്ടറോട്. ഹലോ ഹലോ, പറയൂ. അപ്പൊ ഞാന് ഡോക്ടറെ പറഞ്ഞോളൂ. എനിക്കിപ്പോ 78 വയസ്സായി. അപ്പോ ഞാൻ 38 ഷുഗർ വന്നതാ. എന്റെ 38-ാം വയസ്സില് 40 കൊല്ലത്തില് 30 കൊല്ലം ഞാൻ മരുന്ന് കഴിച്ചിട്ടില്ല. അത് കഴിഞ്ഞ് ഞാൻ ആദ്യം ഡയാനയിൽ ഡോക്ടർ പറഞ്ഞു, ഡയാനയിൽ കഴിക്കാൻ പറഞ്ഞു. പിന്നെ ഞാൻ കഴിച്ചില്ല. ഇപ്പൊ ഞാൻ റെക്ലിമെറ്റ് എന്ന് പറഞ്ഞ 2 ഗുളിക 2 നേരം ഓരോ ഗുളിക കഴിക്കുന്നുണ്ട്. ഇപ്പൊ കൺട്രോളാണ്. ഞാൻ ഒരു 100 കിലോമീറ്റർ കാർ ഓടിക്കുമ്പോൾ എനിക്ക് 5 കൊല്ലം മുമ്പേ മദ്രാസിൽ പോയിട്ട് മൊത്തം ചെക്ക് ചെയ്തപ്പോ ഒരു കംപ്ലൈന്റും ഇല്ല പറഞ്ഞു. എത്ര വർഷം മുമ്പ്? 6 വർഷം മുമ്പേ. ഓക്കെ. മോഹൻ ഹോസ്പിറ്റലിൽ. ഇപ്പൊ ഞാൻ മരുന്ന് കഴിക്കേണ്ട കൺട്രോളാണ്. ഇപ്പൊ ഇത് ഇങ്ങനെ എല്ലാ ഡോക്ടർമാരും 15 കൊല്ലം കഴിഞ്ഞാൽ അവൻ ഏതെങ്കിലും ഒരു ഭാഗത്തെ പിടിക്കുന്ന പറഞ്ഞത്. ഇതേവരെ എനിക്കൊന്നും പിടിച്ചിട്ടില്ല. അല്ല, അതൊരു നല്ല അടയാളമല്ലേ? നിങ്ങളുടെ പ്രമേഹം നല്ല രീതിയിൽ കൺട്രോൾ ചെയ്ത് നിൽക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു അടയാളം കൂടിയാണത്. എല്ലാ 40 വർഷമായ ഡയബറ്റിക് രോഗികൾക്കും പ്രമേഹ രോഗികൾക്കും കണ്ണിനെ ഞരമ്പിനെ ബാധിച്ചു കൊള്ളണമെന്നില്ല. നിങ്ങൾ നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യുന്നു എന്നുള്ളതിൻ്റെ ഒരു അടയാളമാണ്. അതുപോലെ തന്നെ ഇനിയും തുടർന്ന് പോവുക. ഡോക്ടർ, നമുക്ക് മറ്റൊരു ഇടവേളയ്ക്ക് ശേഷം തിരികെ വരാം. ഡോക്ടർ ലൈവിൽ ഒരു ഇടവേള. ഡോക്ടർ ലൈവ് തുടരുന്നു. ഒരു കോളർ വെയിറ്റ് ചെയ്യുന്നു. ഡോക്ടർ ഹലോ. ഹലോ ഡോക്ടർ. ഹലോ, പറഞ്ഞോളൂ. ഞാൻ പെരുമ്പാവൂർ മേപ്പുറത്തോടിക്കുന്നു വിളിക്കുക. എനിക്ക് 46 വയസ്സുണ്ടേ. അപ്പൊ ഞാൻ എന്റെ ഷുഗർ കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് നോക്കിയപ്പം ഭക്ഷണ ശേഷം 130 ഉണ്ട്. അത് കൂടുതലാണോ കുറവാണോ അറിയാൻ. മെഡിസിൻ എന്തെങ്കിലും എടുക്കുന്നുണ്ടോ? ഇല്ലില്ല, മെഡിസിൻ ഒന്നുമില്ല. ഇതിനു മുമ്പ് എപ്പോഴെങ്കിലും നോക്കുമ്പോൾ നിങ്ങൾക്ക് വളരെ ഷുഗർ കൂടുതൽ, ബ്ലഡ് ഷുഗർ കൂടുതൽ കാണിച്ചിട്ടുണ്ടോ? ഇല്ല, ഇതിനു മുമ്പ് ഞാൻ ആദ്യമായിട്ട് നോക്കിയതാ. നോക്കാൻ ഡോക്ടർ പറഞ്ഞുകൊണ്ട്. ഭക്ഷണശേഷം 130, അതൊരു കൂടുതൽ, ഒരു ബോർഡർ ലൈൻ കൂടുതലേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു നിങ്ങൾ കുറച്ചുകൂടി ഒരു 2-3 മാസം കൂടുമ്പോൾ ഒന്നുകൂടി ബ്ലഡ് ഷുഗർ പരിശോധിക്കുകയും അതിൽ ഒരു 140 അങ്ങനെയൊക്കെ കൂടുതൽ കാണുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു ഫിസിഷ്യനെ കാണിച്ചാൽ മതി. അതിൻ്റെ ഒപ്പം നിങ്ങൾ ഫാസ്റ്റിങ്ങും കൂടി എടുത്ത് നോക്കണം കേട്ടോ. കാരണം ഈ 130 എന്ന് പറയുമ്പോൾ കൃത്യമായിട്ട് നോക്കുന്നത് നല്ലതായിരിക്കും അല്ലേ? ഭക്ഷണം ശേഷം എന്ന് പറയുമ്പോൾ അതൊരു സ്റ്റാൻഡേർഡ് വാല്യൂ ആയിക്കൊള്ളണം എന്നില്ല അല്ലേ ഡോക്ടർ? ഇപ്പോൾ ഈ ഡയബറ്റിക് റെറ്റിനോപ്പതി, ഇപ്പം നമ്മൾ പല അസുഖങ്ങളും വന്നു കഴിഞ്ഞാൽ ചികിത്സിച്ചാൽ ആ അസുഖം മാറി പൂർവ്വസ്ഥിതിയെ പ്രാപിക്കുകയാണ് പല അവയവങ്ങളും. ഡയബറ്റിക് റെറ്റിനോപ്പതി വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് നമ്മളിത് നിയന്ത്രിച്ച് നിർത്തുക, അല്ലെങ്കിൽ ഇനി അത് കൂടുന്നതിനെ നിയന്ത്രിക്കുകയാണോ, അതോ മുൻപ് വന്ന കുഴപ്പമുള്ള ഭാഗത്തിൻ്റെ അസുഖങ്ങൾ മുഴുവനായിട്ട് മാറുന്നുണ്ടോ? എന്താണ് അതിൻ്റെ ഒരു? അത് കണ്ണിൽ മാത്രമല്ല, ശരീരത്തിൽ ഏതു ഭാഗത്തും ഞരമ്പുകൾക്ക് ഒരു അസുഖം വന്നാൽ അത് പൂർവ്വസ്ഥിതിയിലേക്ക് ആവാനുള്ള സാധ്യതകൾ കുറവാണ്. അത് കണ്ണിൻ്റെ ഞരമ്പ് മാത്രമല്ല, ശരീരത്തിൽ എവിടെയാണെങ്കിലും.
അപ്പോൾ ഏറ്റവും നല്ലത് ഡയബറ്റിക് റെറ്റിനോപ്പതി വരാതെ ഒരു പരിധി വരെ വരാതെ നോക്കുക എന്നുള്ളത് തന്നെയാണ്. നമ്മുടെ നല്ല ഷുഗർ കൺട്രോളും ഒക്കെ ആയിട്ട്. ഇനി വന്നു കഴിഞ്ഞാൽ അതിൻ്റെ അഡ്വാൻസ്ഡ് സ്റ്റേജിലേക്ക് എത്താതെ ശ്രമിക്കുക. ഇപ്പോൾ ലേസറിനെ കുറിച്ച് പറഞ്ഞല്ലോ ഡോക്ടർ. അപ്പോൾ അതെങ്ങനെയാണ് ലേസർ ഇപ്പോൾ ഒരു പ്രാവശ്യം ചെയ്തു, പിന്നെ അത് വേറെ വേറെ രീതികളിൽ ചെയ്യണോ, പല സ്റ്റെപ്പുകളായിട്ടാണോ, ഫോളോ അപ്സ് എങ്ങനെയാണെന്നൊക്കെ ഒന്ന് പറയാമോ? പ്രാരംഭദശയിൽ ഞാൻ പറഞ്ഞില്ലേ, ഞരമ്പിൻ്റെ മധ്യഭാഗത്ത് നീർക്കെട്ട് വരുന്ന അവസ്ഥയിൽ നമ്മൾ അല്പം ലേസർ മാത്രമേ കണ്ണിലേക്ക് ചെയ്യുള്ളൂ. അല്ല, ഇനി പ്രൊലിഫറേറ്റീവ് ഡയബറ്റിക് റെറ്റിനോപ്പതി സ്റ്റേജിൽ നമ്മൾ കണ്ണിൻ്റെ നല്ലൊരു ഭാഗത്തേക്ക് ലേസർ ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മൾ ഒരു പല ഘട്ടമായിട്ട് വേണം ചെയ്യാൻ. കാരണം കുറച്ച് വേദനയാണ് ലേസർ ചെയ്യുമ്പോൾ, കുറച്ച് നീരൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് കാരണം നമ്മളത് 2 or 3 ചിലപ്പോൾ അതിൽ കൂടുതലോ ഘട്ടങ്ങളായിട്ട് ഡിവൈഡ് ചെയ്താണ് ലേസർ ചെയ്യുക. ചിലർക്ക് 2 കണ്ണിലും വേണ്ടി വരും. അപ്പോൾ പല പ്രാവശ്യമായി ചെയ്യണം. ഇനി ലേസർ ചെയ്തു എന്നുള്ളത് കൊണ്ട് അതും നമ്മുടെ ട്രീറ്റ്മെൻറ്റിൻ്റെ ഒരു അവസാനമല്ല. പിന്നെയും വീണ്ടും അത് പ്രോഗ്രസ് ചെയ്യാനുള്ള സാധ്യതയുള്ളത് കൊണ്ട് വീണ്ടും നമ്മൾ ഡോക്ടറെ കൃത്യമായ ഫോളോ അപ്സും വേണം അല്ലേ ഡോക്ടർ? നമ്മുടെ ഇന്നത്തെ ഡോക്ടർ ലൈവിൻ്റെ സമയം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. വളരെയധികം നന്ദി ഞങ്ങളോട് സഹകരിച്ചതിന്. ഇന്നത്തെ ഡോക്ടർ ലൈവ് ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.